ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോണ്ട്സ് ആണ്. ബോണ്ട്സ് എന്താണ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ് എന്തൊക്കെയാണ്. നമുക്ക് ആദ്യം എന്താണ് ബോണ്ട്സ് നോക്കാം. Bonds are issued by organizations generally for a period of more than 1 year to raise money by borrowing. Organizations, in order to raise capital, issue bond to investors, which is nothing but a financial contract, where the organization promises to pay the principal amount and interest to the holder of the bond after a certain date, is called maturity date. Some bonds do not pay interest to the investors. However, it is mandatory for the issuers to pay the principal amount to the investors. Bonds ഇഷ്യൂ ചെയ്യുന്നത് ഓർഗനൈസേഷൻസ് ആണ്. മെയിനായിട്ടും 1 year or more ആണ് അതിൻ്റെ പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ മെയിനായിട്ടും ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മണി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ബോണ്ട് ഹോൾഡ് ചെയ്യുന്ന ആളെ ബോണ്ട് ഹോൾഡർ എന്ന് പറയും. ബോണ്ട്സിന് ഒരു സർട്ടൻ ഡേറ്റിലായിരിക്കും ആ ബോണ്ടിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ്. അതിനെയാണ് ആ ഒരു സർട്ടൻ പീരീഡിനെയാണ് മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ, അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻസ് ആണ് ബോണ്ട് ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഓർഗനൈസേഷൻ തിരിച്ച് പ്രോമിസ് ടു പേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് ടു ദ ഹോൾഡർ. അപ്പോൾ ഇന്ന സമയത്ത് പ്രിൻസിപ്പൽ എമൗണ്ടും വിത്ത് ഇൻട്രസ്റ്റും കൂടെ തന്നോളാം എന്നുള്ളൊരു പ്രോമിസ് ടു പേ ആണ് ബോണ്ട് എന്ന് പറയുന്ന ഡോക്യുമെന്റ്. സം ബോണ്ട്സ് ഡു നോട്ട് പേ ഇൻട്രസ്റ്റ് ടു ദ ഇൻവെസ്റ്റേഴ്സ്. പക്ഷേ എല്ലാ ബോണ്ടിലും ഇൻട്രസ്റ്റ് റേറ്റ് ആ ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടണമെന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളതും ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലാത്ത ബോണ്ട്സും ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം ബോണ്ടിന്റെ. എ ബോണ്ട് ഈസ് ജനറലി എ ഫോം ഓഫ് ഡെപ്റ്റ് വിച്ച് ദ ഇൻവെസ്റ്റർ പേ ടു ദ ഇഷ്യൂവർ ഫോർ എ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. ബോണ്ട് എന്ന് പറയുന്നത് ഇസ് എ ഫോം ഓഫ് ഡെപ്റ്റ് ആണ് വിച്ച് ദ ഇൻവെസ്റ്റർ പേ ടു ദ ഇഷ്യൂവർ ഫോർ എ ഡിഫൈൻഡ് time frame, definite time period. Bonds generally have a fixed maturity date. Generally bondsന് ഒരു fixed maturity date ഉണ്ടാവും. All bonds repay the principal amount after the maturity date. However, some bonds do pay the interest along with the principal to the bondholders. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ബോണ്ടിനെയും ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ അധികം ബോണ്ടുകൾക്കും ജനറലായിട്ട് നമുക്ക് ബോണ്ട്സിനെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ മെച്യൂരിറ്റി ഡേറ്റ് ആവുന്ന സമയത്ത് പ്രിൻസിപ്പൽ എമൗണ്ടും അതിൻ്റെ കൂടെ ആ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ അതിന് റീപേയ്മെൻറ്റ് കിട്ടും. ദെൻ ടൈപ്സ് ഓഫ് ബോണ്ട്സ്. അടുത്തത് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ആണ്. ഫസ്റ്റ് ടൈപ്പ് ഗവൺമെൻറ് ബോണ്ട്. എ ഗവൺമെൻറ് ബോണ്ട് റെപ്രസെൻറ്റ്സ് ഡെറ്റ് that is issued by a government and sold to investor to support government spending. അപ്പോൾ ഗവൺമെൻറ് ബോണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെയുണ്ട്, ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അത് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ, അതായത് ഗവൺമെൻറ് സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മണിയിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ് ഗവൺമെൻറ് ബോണ്ട്. സം ഗവൺമെൻറ് ബോണ്ട്സ് മേ പേ പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. അപ്പോൾ ഗവൺമെൻറ് ബോണ്ട്സും ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് പീരിയോഡിക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ബോണ്ട്സ് അപ്പോൾ ഗവൺമെൻറ് ബോണ്ട്സിന് നമുക്ക് ഒരു ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുകൊണ്ടാണ് ഗവൺമെൻറ് ബോണ്ട്സ് ആർ കൺസിഡർ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സിൻസ് ദ ഗവൺമെൻറ് ബാക്സ് ദം. ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട്, ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ്. അപ്പോൾ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ബോണ്ട്സിന് നമുക്ക് പറയാം ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ റിസ്ക് കുറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ലോ ആയിരിക്കും, അല്ലേ? റിസ്ക് കൂടുതലുള്ള കേസിലായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ. അപ്പോൾ റിസ്ക് കുറവായിട്ടുള്ള ഒന്നാണ് ഗവൺമെൻറ് ബോണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ലോ ആയിരിക്കും. രണ്ടാമത്തെ ടൈപ്പാണ് സീറോ കൂപ്പൺ ബോണ്ട്. ഇറ്റ് ഈസ് എ ഡെപ്റ്റ് സെക്യൂരിറ്റി ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഡസ് നോട്ട് പേ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഡെപ്റ്റ് സെക്യൂരിറ്റിയാണ് സീറോ കൂപ്പൺ ബോണ്ട്. When the bond matures, the bond holder is repaid an amount equal to the face value of the bond. ബോണ്ട് മെച്യൂർ ആവുന്ന സമയത്ത് ബോണ്ട് ഹോൾഡർ റീപേയ്മെന്റ് നടത്തുന്നത് അതിൻ്റെ ബോണ്ടിന്റെ ഫേസ് വാല്യൂവിന് ഈക്വലന്റ് ആയിട്ടാണ് റീപേയ്മെന്റ് നടത്തുക. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ കോർപ്പറേറ്റ് ബോണ്ട്. കോർപ്പറേറ്റ് ബോണ്ട് ഈസ് ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ഇൻ ഓർഡർ ഫോർ ഇറ്റ് ടു റേസ് ക്യാപിറ്റൽ. അപ്പോൾ കോർപ്പറേറ്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയാണ്. ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് കോർപ്പറേറ്റ് ബോണ്ട്. ആൻ ഇൻവെസ്റ്റർ ഹു ബൈസ് എ കോർപ്പറേറ്റ് ബോണ്ട് ഈസ് ഇഫക്റ്റീവ്ലി ലെൻഡിങ് മണി ടു ദ കമ്പനി ഇൻ ടേൺ ഫോർ എ സീരീസ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്.
but these bonds may also actively trade on the secondary market. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ കോർപ്പറേറ്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് ആ കമ്പനി ഒരു സീരീസ് ആയിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തും. എപ്പോഴൊക്കെയാണോ അവർക്ക് ഒരു സീരീസ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈം പീരീഡ് അവർ വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് സീരീസ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് അതിന്റെ കൂടെ കമ്പനി തന്നെ അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ബട്ട് ദിസ് ബോണ്ട്സ് മേ ഓൾസോ ആക്റ്റീവ്ലി ട്രേഡ് ഓൺ സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിൽ വളരെ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു ബോണ്ടാണ് കോർപ്പറേറ്റ് ബോണ്ട്. നെക്സ്റ്റ് ടൈപ്പ് ഫിക്സഡ് റേറ്റ് ബോണ്ട്. In fixed rate bond, the interest remains fixed throughout the tenure of the bond. Fixed rate bondil ആ ഒരു ബോണ്ടിന്റെ പീരീഡിൽ ആ ടെന്യൂർ സമയത്ത് ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും. എത്ര നാളത്തേക്കാണോ ആ ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ ഒരു പീരീഡിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. Owing to a constant interest rate, fixed rate bonds are resistant to change and fluctuations in the market. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഫിക്സഡ് റേറ്റ് ബോണ്ട്സ് ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസോ ചേഞ്ചസോ ഒന്നും എഫക്ട് ചെയ്യാതെ തന്നെ നിൽക്കുന്ന ഒരു ബോണ്ടാണ് ഫിക്സഡ് റേറ്റ് ബോണ്ട്. നെക്സ്റ്റ് വൺ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടാണ്. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സ് ഹാവ് എ ഫ്ലക്ച്വേറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആസ് പെർ ദ കറന്റ് മാർക്കറ്റ് റെഫറൻസ് റേറ്റ്. അതായത് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റിൽ ഫ്ലക്ച്വേഷൻ ഉള്ള ബോണ്ടിനെയാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലാത്ത ബോണ്ടിനെ പറഞ്ഞു സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ബോണ്ടാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡ് ആണെങ്കിൽ ഫിക്സഡ് റേറ്റ് ബോണ്ട്. നെക്സ്റ്റ് വൺ ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ട്. ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ട് എന്താ നോക്കാം. ബോണ്ട്സ് ലിങ്ക്ഡ് ടു ഇൻഫ്ലേഷൻ. ബോണ്ട്സ് ഇൻഫ്ലേഷനുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ നമുക്ക് ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ട് എന്ന് പറയാം. ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ട് ഈസ് ജനറലി ലോവർ ദാൻ ഫിക്സഡ് റേറ്റ് ബോണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആയിരിക്കും ഫിക്സഡ് റേറ്റ് ബോണ്ടിനേക്കാളും. ഫിക്സഡ് റേറ്റ് ബോണ്ടിലുള്ള ഇൻട്രസ്റ്റിനേക്കാൾ കുറവാണ് ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ടിൽ കിട്ടുന്നത്. നെക്സ്റ്റ് വൺ പെർപ്പച്വൽ ബോണ്ട്. ബോണ്ട്സ് വിത്ത് നോ മെച്യൂരിറ്റി ഡേറ്റ്സ് ആർ കോൾഡ് പെർപ്പച്വൽ ബോണ്ട്. അതായത് ബോണ്ടിൽ മെച്യൂരിറ്റി ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ that type of bonds are called perpetual bonds. Holders of perpetual bonds enjoy interest throughout. അപ്പോൾ ഈ ഒരു പെർപ്പച്വൽ ബോണ്ടിൽ മെച്യൂരിറ്റി ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ അതിൽ ഹോൾഡർക്ക് പെർപ്പച്വൽ ബോണ്ടിന്റെ ഹോൾഡർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ത്രൂ ഔട്ട് ആയിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കും. Next one, subordinated bond. Bonds which are given less priority as compared to other bonds of the company in case of a closed down are called subordinated bonds. അതായത് മറ്റുള്ള ബോണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ മറ്റുള്ള ബോണ്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് പ്രയോറിറ്റി ഉള്ളതായിട്ടുള്ള ബോണ്ട്സിനെയാണ് സബോർഡിനേറ്റഡ് ബോണ്ട്സ് എന്ന് പറയുന്നത്. അതാണ് ബോണ്ട്സ് വിച്ച് ആർ ഗിവൺ ലെസ് പ്രയോറിറ്റി കമ്പയർഡ് ടു അതർ ബോണ്ട്സ് ഇൻ കേസ് ഓഫ് എ ക്ലോസ് ഡൗൺ ആർ കോൾഡ് സബോർഡിനേറ്റഡ് ബോണ്ട്സ്. അതായത് ഒരു കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇപ്പം എന്തെങ്കിലും ലിക്വിഡേഷൻ്റെ സമയം വരുവാണെങ്കിൽ കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യാൻ പോവാണ്, ബോണ്ട്സ് ഒക്കെ ആരിൽ നിന്നൊക്കെയാണോ ബോണ്ടിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്, ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അപ്പോൾ അവരുടെയൊക്കെ റീപേയ്മെൻ്റ് ഒക്കെ നടത്തുവാണെങ്കിൽ അതിൽ മറ്റുള്ള ബോണ്ടുകളെയൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സബോർഡിനേറ്റഡ് ബോണ്ട് ഹോൾഡേഴ്സിന് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബോണ്ട്സിൻ്റെ പ്രയോറിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. അതാണ് ക്ലോസ് ഡൗൺ എന്ന് പറഞ്ഞ ആ ടേം അവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ബെയറർ ബോണ്ട്സ്. ബെയറർ ബോണ്ട് എന്താ നോക്കാം. ബെയറർ ബോണ്ട്സ് ഡു നോട്ട് ക്യാരി ദ നെയിം ഓഫ് the bondholder and anyone who possesses the bond certificate can claim the amount. Bearer bond എന്ന് പറയുന്നത് do not carry the name of bondholder. ബോണ്ട്ഹോൾഡറുടെ പേര് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. Anyone who possesses the bond certificate can claim the amount. ആരാണോ ബോണ്ട് സർട്ടിഫിക്കറ്റ് പൊസസ് ചെയ്യുന്നത്, ആരുടെ കൈവശമാണോ ബോണ്ട് സർട്ടിഫിക്കറ്റ് ഉള്ളത് അയാൾക്കായിരിക്കും അതിന്റെ ക്ലെയിം. ബോണ്ട് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വേറൊരാൾ എന്താ ചെയ്യുക, വേറൊരാൾ സ്റ്റോൾ ചെയ്തു, വേറൊരാളുടെ കൈവശം അതെത്തി, അല്ലെങ്കിൽ മിസ്പ്ലേസ് ആയിട്ട് വേറൊരാൾക്ക് കിട്ടി, വേറൊരാളുടെ കയ്യിലാണ് ഇപ്പോൾ ആ ബോണ്ട് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നതെങ്കിൽ അയാളാണ് ആ എമൗണ്ടിന് ക്ലെയിം ചെയ്യാനായിട്ടുള്ള അധികാരം അയാൾക്കായിരിക്കും. അതാണ് ബെയറർ ബോണ്ട്. ആരുടെ കൈവശമാണോ അത് അയാൾക്കായിരിക്കും അതിന്റെ ക്ലെയിം. അതിൽ നെയിം ഓഫ് ദ ബോണ്ട് ഹോൾഡർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് വൺ വാർ ബോണ്ട്. വാർ ബോണ്ട് എന്താണ് വാർ ബോണ്ട്? ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് തന്നെയാണ് വാർ ബോണ്ട്.
പക്ഷേ അത് വാറൊക്കെ നടക്കുന്ന സമയത്ത് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ് വാർ ബോണ്ട്. നെക്സ്റ്റ് വൺ ക്ലൈമറ്റ് ബോണ്ട്. ക്ലൈമറ്റ് ബോണ്ട് ഇതുപോലെ തന്നെ വാർ ബോണ്ട് പോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ്. അപ്പോൾ ക്ലൈമറ്റ് ബോണ്ട്സ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യണു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലൈമാറ്റിക് കണ്ടീഷൻസിലുള്ള അഡ്വേഴ്സ് ചേഞ്ചസ് അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് റേസ് ചെയ്യുന്ന ഫണ്ടിനെയാണ് ക്ലൈമറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ്. ബോണ്ട് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോണ്ട് പറഞ്ഞു, അതുപോലെ ടൈപ്സ് ഓഫ് ബോണ്ട്. ടൈപ്സ് ഓഫ് ബോണ്ടിൽ ഗവൺമെൻറ് ബോണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്, കോർപ്പറേറ്റ് ബോണ്ട്. അപ്പോൾ എല്ലാം ജസ്റ്റ് എന്താണ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഗവൺമെൻറ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണ്. സീറോ കൂപ്പൺ എന്ന് പറയുന്നത് സീറോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതുപോലെ കോർപ്പറേറ്റ് ബോണ്ട് കമ്പനി ഇഷ്യൂ ചെയ്യുന്നതാണ്. ഫിക്സഡ് റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള ബോണ്ടാണ്. ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇത് ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ആയിട്ടുള്ള ബോണ്ടാണ്. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് റേറ്റ് ബോണ്ടിനേക്കാളും ലോ ആണ്. പെർപ്പിച്വൽ ബോണ്ട് എന്ന് പറയുമ്പോൾ അതിന് മെച്യൂരിറ്റി ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. സബോർഡിനേറ്റഡ് ബോണ്ട് എന്ന് പറയുമ്പോൾ ലെസ് പ്രയോറിറ്റി ഉള്ള ബോണ്ടാണ്. ബെയറർ ബോണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ബോണ്ട് ഹോൾഡറുടെ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ആരുടെ കൈവശമാണോ ആ ഒരു ബോണ്ട് സർട്ടിഫിക്കറ്റ് ആ ഒരു ഇൻഡിവിജ്വൽ അതിന് ക്ലെയിം ചെയ്യാൻ, ആ എമൗണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് അയാൾക്കാണ് അതിൻ്റെ എലിജിബിലിറ്റി. ദെൻ വാർ ബോണ്ട്, ക്ലൈമറ്റ് ബോണ്ട്. അത് രണ്ടും ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സ് ആണ്. ഈ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ വരുന്ന അഡ്വേഴ്സ് ഇഫക്റ്റുകൾ അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള ചേഞ്ചസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്ലൈമറ്റ് ബോണ്ട്. അതേസമയം വാർ വരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ് വാർ ബോണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു എന്താണ് ബോണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ് ഓഫ് ബോണ്ട്. ഓക്കെ, താങ്ക് യു.